നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ലാപ്ലേസ് ഇക്വേഷൻ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എന്താണ് ലാപ്ലേസ് ഇക്വേഷൻ? ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എഫ് എക്സ് എക്സ് പ്ലസ് എഫ് വൈ വൈ ഈക്വൽ ടു 0. ഈ ഇക്വേഷനെയാണ് നമ്മൾ ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ലാപ്ലേസ് ഇക്വേഷൻ. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ തരും, എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സം ഇ റേസ് ടു എക്സ് സൈൻ വൈ ആണെന്ന് വിചാരിക്കാം. ഇ റേസ് ടു എക്സ് സൈൻ വൈ. ഓക്കെ, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കണം. ഓക്കെ, ഷോ ദാറ്റ് ദിസ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈസ് ലാപ്ലേസ് ഇക്വേഷൻ. അതായത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എഫ് എക്സ് കാണണം. എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് സൈൻ വൈ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യണമെങ്കിൽ നമ്മൾ സൈൻ വൈ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. കാരണം വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ വൈയുടെ ടേംസ് എല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ദാറ്റ് ടേം ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ സൈൻ വൈ പുറത്തേക്ക് എടുത്തു. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് ചെയ്യാം. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇ റേസ് ടു എക്സ്. ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ്? ഇ റേസ് ടു എക്സ് തന്നെയാണ്. സോ നമുക്ക് ഇ റേസ് ടു എക്സ് സൈൻ വൈ തന്നെ കിട്ടും. ഇനി എഫ് എക്സ് എക്സ് കണ്ടുപിടിക്കുക. എഫ് എക്സ് എക്സ് കഴിയുമ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് സൈൻ വൈ. നമുക്ക് വീണ്ടും അത് തന്നെ കിട്ടും. ഇ റേസ് ടു എക്സ് സൈൻ വൈ തന്നെ കിട്ടും. ഓക്കെ, ഇനി എഫ് വൈ കണ്ടുപിടിക്കുക. എഫ് വൈ എന്ന് പറയുമ്പോൾ ഡോ ബൈ ഡോ വൈ ഓഫ് ഇ റേസ് ടു എക്സ് സൈൻ വൈ. ഓക്കെ, അപ്പോൾ വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുമ്പോൾ എക്സിന്റെ ടേംസ് എല്ലാം കോൺസ്റ്റന്റ് ആണ്. സോ ഇറ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. സോ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് സൈൻ വൈ. e raised to x into dou by dou y of sin y എന്ന് പറഞ്ഞാൽ e raised to x into minus cos y. e raised to x into cos y. ഓക്കെ, അപ്പോൾ എഫ് വൈ വൈ ആണെങ്കിൽ എഫ് വൈ വൈ ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് ഇ റേസ് ടു എക്സ് കോസ് വൈ. ഇപ്പൊ കിട്ടിയ എഫ് വൈനെ ഒന്നുകൂടെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യാം. അപ്പോൾ വീണ്ടും ഇ റേസ് ടു എക്സ് കോമൺ ആയിട്ട് എടുക്കുക. അപ്പോൾ ഡോ ബൈ ഡോ വൈ ഓഫ് cos y. cos y യുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വൈ ആണ്. അപ്പോൾ ഇ റേസ് ടു എക്സ് ഇൻറ്റു മൈനസ് സൈൻ വൈ, ദാറ്റ് ഈസ് മൈനസ് ഇ റേസ് ടു എക്സ് സൈൻ വൈ. സോ വാട്ട് ഈസ് എഫ് എക്സ് എക്സ് പ്ലസ് എഫ് വൈ വൈ? എഫ് എക്സ് എക്സ് പ്ലസ് എഫ് വൈ വൈ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് സൈൻ വൈ മൈനസ് ഇ റേസ് ടു എക്സ് സൈൻ വൈ ഈക്വൽ ടു 0. സോ നമുക്ക് എന്ത് കിട്ടി? എഫ് എക്സ് എക്സ് പ്ലസ് എഫ് വൈ വൈ 0 ആണെന്ന് കിട്ടി. സോ ദിസ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈസ് ലാപ്ലേസ് ഇക്വേഷൻ. ദിസ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈസ് ലാപ്ലേസ് ഇക്വേഷൻ. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിലെ 7th ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ 7th ക്വസ്റ്റ്യനിലെ എ ബി സി ഡി, ഇതിൽ എ ആണ് ഇപ്പൊ ഞാൻ ചെയ്തത്. ബിയും സിയും ഡിയും ഒക്കെ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വരുന്നത് ഹീറ്റ് ഇക്വേഷൻ ആണ്. ഹീറ്റ് ഇക്വേഷൻ. അപ്പോൾ ഹീറ്റ് ഇക്വേഷന്റെ ഫോം എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ലാപ്ലേസ് ഇക്വേഷൻ ഇതാണ്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? അപ്പോൾ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണു എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എഫ് എക്സ് എക്സ് പ്ലസ് എഫ് വൈ വൈ 0 ആണെന്ന് പ്രൂവ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, സഞ്ജിത് അക്രമത്തിന് ഡൗട്ട് ഉണ്ടോ? സാർ അതൊന്നുകൂടി പറയൂ, ഇതിന്റെ നെറ്റ് പോയിക്കാണ്. അത് നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇ റേസ് ടു എക്സ് സൈൻ വൈ ആണ് നമ്മുടെ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എഫ് എക്സ് എക്സ് പ്ലസ് എഫ് വൈ വൈ ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എഫ് എക്സ് കാണണം, പിന്നെ എഫ് എക്സ് എക്സ് കാണണം. എഫ് എക്സ് എക്സസ് കിട്ടുക എന്താണ്? ഇ റേസ് ടു എക്സ് സൈൻ വൈ ആണ്. എഫ് എക്സ് എക്സ് കിട്ടുക ഇ റേസ് ടു എക്സ് സൈൻ വൈ ആണ്. എഫ് വൈ കാണണം. എഫ് വൈ കിട്ടുക ഇ റേസ് ടു എക്സ് കോസ് വൈ ആണ്. എഫ് വൈ വൈ മൈനസ് ഇ റേസ് ടു എക്സ് സൈൻ വൈ കിട്ടും. അപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. അപ്പൊ ഈ ഫംഗ്ഷൻ എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഓക്കെ, ഇതുപോലെ നമ്മൾ ഓരോ ഫംഗ്ഷനും നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്കില് എ ബി സി ഡി 4 ക്വസ്റ്റ്യൻ ഉണ്ട്. 7th ക്വസ്റ്റ്യനിൽ എ ബി സി ഡി എല്ലാം ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാനുള്ള പ്രോബ്ലംസ് ആണ്. അപ്പൊ നമ്മൾ ഓരോ ഫംഗ്ഷൻ എടുത്തിട്ട് എഫ് എക്സ് എക്സും എഫ് വൈ വൈയും കാണാം, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 ഉണ്ടെന്ന് കാണിക്കാം. ഓക്കെ, അടുത്തത് വരുന്നത് ഹീറ്റ് ഇക്വേഷൻ ആണ്. ഹീറ്റ് ഇക്വേഷൻ ഹീറ്റ് ഇക്വേഷന്റെ ഫോം
z by dou y equal to c square into dou square z by dou t square. സെക്കൻഡ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. അങ്ങനെ ക്വസ്റ്റ്യൻ ബാങ്കിൽ ടൈപ്പ് ചെയ്തതിൽ ഒരു എറർ ഉണ്ടോ എന്നൊരു സംശയം. ക്വസ്റ്റ്യൻ ബാങ്കിൽ ടൈപ്പ് ചെയ്തതിൽ ഒരു എറർ ഉണ്ടോ എന്ന് സംശയം. നോട്ടിഫിക്കേഷൻ മാറിയിട്ട് yes. C square into dou square z by dou x square. ക്വസ്റ്റ്യൻ ബാങ്കിൽ ഞാൻ ടൈപ്പ് ചെയ്തതിൽ ഒരു തെറ്റുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ ബാങ്കിൽ ടൈപ്പ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ ബാങ്കിൽ ടൈപ്പ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്. ഡോ സെറ്റ് ബൈ ഡോ വൈ ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ ഇസെറ്റ് ബൈ ഡോ സ്ക്വയർ വൈ എന്നാണ്. ഇതിങ്ങനെയല്ല, ദിസ് ഈസ് റോങ്. ഓക്കെ, ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പൊ അതൊന്ന് തിരുത്തണേ. ക്വസ്റ്റ്യൻ ബാങ്കിൽ തിരുത്തണം. ഡോ ഇസെറ്റ് ബൈ ഡോ വൈ ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ ഇസെറ്റ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്നുള്ളതാക്കി തിരുത്തണം. ഓക്കെ, ഇറ്റ് ക്ലിയർ? ഇതാണ് ഹീറ്റ് ഇക്വേഷൻ. ഡോ ഇസെറ്റ് ബൈ ഡോ വൈ ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ ഇസെറ്റ് ബൈ ഡോ എക്സ് സ്ക്വയർ. അതായത് ഇസെറ്റ് വൈ ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഇസെറ്റ് എക്സ് എക്സ്. ഇസെറ്റ് വൈ ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഇസെറ്റ് എക്സ് എക്സ് എന്നാണ് നമ്മൾ ഹീറ്റ് ഇക്വേഷൻ പ്രൂവ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇസെറ്റ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് വൈ സൈൻ ഓഫ് എക്സ് ബൈ സി ആണെന്ന് വിചാരിക്കാം. ഒരു സി ഇസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമ്മൾ ആദ്യം ഇസെറ്റ് എക്സ് കണ്ടുപിടിക്കുക. ഇസെറ്റ് എക്സ് കണ്ടുപിടിക്കുമ്പോൾ ഇ റൈസ് ടു മൈനസ് വൈ കോൺസ്റ്റന്റ് ആണ്. സൈൻ ഓഫ് എക്സ് ബൈയുടെ ഡെറിവേറ്റീവ് കോസ് ഓഫ് എക്സ് ബൈ സി ഇൻറ്റു 1 ബൈ സി. എക്സ് ബൈ സിയുടെ ഡെറിവേറ്റീവ് 1 ബൈ സി ആണ്. ഓക്കെ, ഇസെറ്റ് ടു എക്സ് എക്സ് ചെയ്യുമ്പോൾ ഇ റൈസ് ടു മൈനസ് വൈ കോസ് ഓഫ് എക്സ് ബൈ സി എന്നുള്ളത് മൈനസ് സൈൻ ഓഫ് എക്സ് ബൈ സി ഇൻറ്റു 1 ബൈ സി. ഓൾറെഡി ഒരു 1 ബൈ സി ഉണ്ട്, വീണ്ടും ഒരു 1 ബൈ സിയും കൂടെ വരും. സോ നമ്മൾ ഈ മൈനസ് ആദ്യം കൊടുക്കുക. അപ്പൊ ഈ മൈനസ് ഇ റൈസ് ടു മൈനസ് വൈ സൈൻ ഓഫ് എക്സ് ബൈ സി ഇൻറ്റു 1 ബൈ സി സ്ക്വയർ. ഓക്കെ, ഇനി ഇസെറ്റ് വൈ കണ്ടുപിടിക്കുക. ഇസെറ്റ് വൈ കണ്ടുപിടിക്കുമ്പോൾ സൈൻ എക്സ് ബൈ സി കോൺസ്റ്റന്റ് ആണ്, അത് പുറത്തേക്ക് എടുക്കുക. ഇ റൈസ് ടു മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് മൈനസ് ഇ റൈസ് ടു മൈനസ് വൈ. സോ മൈനസ് ഇ റൈസ് ടു മൈനസ് വൈ ഇൻറ്റു സൈൻ ഓഫ് എക്സ് ബൈ സി. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇസെറ്റ് വൈ ഈക്വൽ ടു ഈ സി സ്ക്വയർ ഉണ്ട്, ഇവിടെ 1 ബൈ സി സ്ക്വയർ എന്നാണ്. അപ്പോ ഇപ്പൊ സി സ്ക്വയർ എന്നുള്ളത് തന്നെ ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ 1 ബൈ സി സ്ക്വയർ വേറൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. സോ 1 ബൈ സി സ്ക്വയറിനെ ഞാൻ സം ഡി സ്ക്വയർ എന്ന് വിളിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇസെറ്റ് വൈ എന്ന് പറയുന്നത് എന്ത് കിട്ടും? മൈനസ് ഇ റൈസ് ടു മൈനസ് വൈ സൈൻ ഓഫ് എക്സ് ബൈ സി ഈക്വൽ ടു ഡി സ്ക്വയർ ഇൻറ്റു ഇസെറ്റ് എക്സ് എക്സ് കിട്ടും. ഡി സ്ക്വയർ ഇൻറ്റു ഇസെറ്റ് എക്സ് എക്സ്. സോ ഇത് ഹീറ്റ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കും. ഹീറ്റ് ഇക്വേഷൻ സാറ്റിസ്ഫൈ. അവിടെ ഡി സ്ക്വയർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡി സ്ക്വയർ ഈക്വൽ ടു 1 ബൈ സി സ്ക്വയർ. ഡി സ്ക്വയർ ഈക്വൽ ടു 1 ബൈ സി സ്ക്വയർ. അപ്പോ ഇവിടത്തെ ഈ സി അല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന സി. മനസ്സിലായോ? ഇവിടെ ഒരു കോൺസ്റ്റന്റ് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഒരു കോൺസ്റ്റന്റിന്റെ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ ഇസെറ്റ് ബൈ ഡോ എക്സ് സ്ക്വയർ, ആ ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവിടെയുള്ള സി തന്നെ ഇവിടെ കിട്ടണമെന്ന് വാശി പിടിക്കരുത്. ഇവിടെ അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇതിനെ ബി എന്ന് വിളിക്കാം, അത്ര, അല്ലെങ്കിൽ എ എന്ന് വിളിക്കാം. അപ്പൊ ഇതെല്ലാം എ ആയിട്ട് മാറും. ഓക്കെ,
അപ്പോൾ എ ആയി മാറിക്കഴിഞ്ഞാൽ അപ്പോൾ 1/a² എന്നുള്ളത് c² ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഈ ഒരു സി അല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന സി. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഓർഡർ വിത്ത് റെസ്പെക്ട് ഇസെഡ് വൈ എന്ന് പറയുന്നത് സം കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസ്റ്റന്റിന്റെ സ്ക്വയർ ഇൻറ്റു ഇസെഡ് എക്സ് എക്സ് എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ്. സം കോൺസ്റ്റന്റ് സം സി സ്ക്വയറോ അല്ലെങ്കിൽ ഡി സ്ക്വയറോ ഇൻറ്റു ഇസെഡ് എക്സ് എക്സ് എഴുതാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഹീറ്റ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആയോ? എന്തെങ്കിലും സംശയമുണ്ടോ? അപ്പൊ എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ഹീറ്റ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയാം? നമ്മൾ ഇസെഡ് എക്സ് എക്സ് കണ്ടുപിടിക്കുക, ഇസെഡ് വൈ വൈയും കണ്ടുപിടിക്കുക. ഇസെഡ് വൈ എന്ന് പറയുന്നത് ഇസെഡ് എക്സ് എക്സിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും, കോൺസ്റ്റന്റിന്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും. ഓക്കെ, അതായത് ഇപ്പൊ നമുക്കൊരു ഫംഗ്ഷൻ തരും, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ e⁻⁻y ഇൻറ്റു സൈൻ ഓഫ് എക്സ് ബൈ എ ആയിരിക്കും എന്ന് വിചാരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ സൈൻ ഓഫ് എക്സ് ബൈ സി ആണെന്ന് വിചാരിക്കാം, ഒരു കോൺസ്റ്റന്റ്. അപ്പൊ നമ്മള് ഇസെഡ് എക്സും കാണാം, ഇസെഡ് എക്സ് എക്സും കാണാം. ഓക്കെ, അപ്പൊ ഇസെഡ് എക്സ് എക്സ് കണ്ടുപിടിച്ച് വെക്കുക. അതുപോലെ ഇസെഡ് വൈ കണ്ടുപിടിക്കുക. ഇസെഡ് വൈ ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഇസെഡ് എക്സ് എക്സ് എഴുതാൻ പറ്റി എന്ന് വിചാരിക്കാം. ഇസെഡ് വൈ ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഇസെഡ് എക്സ് എക്സ് എഴുതാൻ പറ്റിയാൽ നമുക്ക് എന്ത് പറയാം? ഇസെഡ് വൈ ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ഇൻറ്റു ഇസെഡ് എക്സ് എക്സ് എഴുതാൻ പറ്റിയ, കോൺസ്റ്റന്റ് സ്ക്വയർ ഇൻറ്റു ഇസെഡ് എക്സ് എക്സ് എഴുതാൻ പറ്റിയ നമുക്ക് എന്ത് പറയാം? അത് ഹീറ്റ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് നമുക്ക് പറയാം. ഇവിടെ നമുക്ക് അത് കിട്ടും. ഓക്കെ, ഇവിടെ നമുക്കിപ്പോ ഇസെഡ് എക്സ് എക്സിനെ ഞാൻ സി സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? സി സ്ക്വയർ ഇൻറ്റു ഈ സി സ്ക്വയർ ക്യാൻസൽ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഈ ഇസെഡ് എക്സ് എക്സ് ഇസെഡ് വൈ കിട്ടും. ഇസെഡ് വൈ എന്ന് പറയുന്നത് സി സ്ക്വയർ ഇൻറ്റു ഇസെഡ് എക്സ് എക്സ് ആണ്. ഞാൻ പറയുന്നത് എപ്പോഴും ഈ സി സ്ക്വയർ തന്നെ കിട്ടണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോ ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു സ്ക്വയർ ആവുമോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഈ സിയും ഡിഫറെന്റ് ആണ്. ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ള സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റിന്റെ സ്ക്വയർ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഡോ സെറ്റ് ബൈ ഡോ വൈ ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് സ്ക്വയർ ഇൻറ്റു ഇസെഡ് എക്സ് എക്സ്, അതായത് ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഹീറ്റ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പോൾ ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് ഹീറ്റ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്ന് പറയാം? അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറയുന്നത് സം കോൺസ്റ്റന്റ് സ്ക്വയർ ഇൻറ്റു സെക്കൻഡ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, അപ്പോൾ ഇസെഡ് വൈ ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് സ്ക്വയർ ഇൻറ്റു ഇസെഡ് എക്സ് എക്സ് എഴുതാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഹീറ്റ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആയോ? ഇനി ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്താൽ നന്നായിരുന്നു. ഓക്കെ, സഹൽ സലീം ക്ലിയർ ആയോ? സഹൽ സലീം ക്ലിയർ ആയിട്ട്. അപ്പോ ഇതാണ് ഹീറ്റ് ഇക്വേഷൻ. അപ്പോ നമ്മുടെ സെവൻത് ക്വസ്റ്റ്യനിൽ തന്നെ ഇയും എഫും ഹീറ്റ് ഇക്വേഷന്റെ പ്രോബ്ലം ആണ്. അതിൽ ഇ ആണ് ഞാൻ ഇപ്പൊ ചെയ്തത്, എഫ് നിങ്ങൾ സ്വയം ഒന്ന് ശ്രമിച്ചു നോക്കാം. ഓക്കെ, അപ്പോ സെവൻത് ക്വസ്റ്റ്യൻ ഇവിടെ നിങ്ങൾ ചെയ്യണം. ബുധനാഴ്ചക്ക് 6th ക്വസ്റ്റ്യൻ വരെ ചെയ്താൽ മതി ബുധനാഴ്ചക്ക്. അപ്പൊ അതിന്റെ അസൈൻമെന്റ് ഞാൻ ഇന്ന് ക്രിയേറ്റ് ചെയ്യാം. ബുധനാഴ്ച എന്ന് പറയുമ്പോൾ നാളെ രാത്രിക്ക് നിങ്ങൾ 4, 5, 6 നാളെ രാത്രിക്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് 7, 8, 9 നിങ്ങൾ പിന്നീട് കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പൊ 7th ക്വസ്റ്റ്യൻ ചെയ്യേണ്ട മെത്തേഡാണ് ഞാനിപ്പോ പറഞ്ഞു തന്നത്. ഓക്കെ, പറഞ്ഞു. ഡൗട്ട് ചോദിച്ചു. z ഈക്വൽസ് ഡൗട്ട് ആണ് അല്ലേ? ഓക്കെ, നമുക്ക് ചെയ്യാം. വൈറ്റ് ബോർഡ് അവിടെ ഒരു സെക്കൻഡ് ക്ലോസ് ചെയ്തു. ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യണേ.
എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു മർഷീന? Fifth. സിക്സ്ത് അല്ലേ? ഫിഫ്ത്ത്. ഓക്കെ. ഫിഫ്ത്ത് ക്വസ്റ്റ്യനില് ഏതായിരുന്നു? C. സി. സി സിമ്പിൾ അല്ലേ? സി ഇസഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 3y സ്ക്വയർ അല്ലേ? ഇതാണോ? അതല്ല, ഏ? B ആണ് ഉദ്ദേശിച്ചത്. X ബി ആണ്. plus y whole raised to minus 1. ഓക്കെ ഓക്കെ ഓക്കെ. എക്സ് പ്ലസ് വൈ ഹോൾ റൈസ്ഡ് ടു വൺ. എക്സ് പ്ലസ് വൈ ഹോൾ റൈസ്ഡ് ടു മൈനസ് വൺ. ഓക്കെ, ഇത് സിമ്പിൾ ആണ്. നമ്മൾ ഇതിനെ 1/x പ്ലസ് വൈ എന്ന് എഴുതാം. സെറ്റ് ഈക്വൽ ടു 1/x പ്ലസ് വൈ. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് ഉണ്ട്. ഇപ്പോൾ എ റൈസ് ടു എന്നിന്റെ അല്ല എക്സ് റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ ഈക്വൽ ടു എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് വൺ. ഓക്കെ, അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു മൈനസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് വൺ ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് വൺ മൈനസ് വൺ. So minus 1 into x raised to minus 2, that is minus 1 by x square. Okay, അപ്പോൾ അതാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എക്സിന് സ്ഥാനത്ത് എക്സ് പ്ലസ് വൈ ആണ്. എക്സിന് സ്ഥാനത്ത് എക്സ് പ്ലസ് വൈ ആകുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഇസഡ് എക്സ് ഇസ് ഈക്വൽ ടു x is equal to minus 1 by x plus y the whole square into dou by dou x of x plus y. Dou by dou x of x plus y 1 ആണ്. Okay, അപ്പോൾ that is minus 1 by x plus y whole square. With respect to y ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ z y ആണ് കാണേണ്ടത്. റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു y ആണ്. അപ്പോൾ z y ആകുമ്പോൾ ഇവിടെ അപ്പോഴും തന്നെ കിട്ടുക, സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. അല്ല, അവിടെ ഡോ ബൈ ഡോ y ഇൻറ്റു എക്സ് വരുമ്പോ എക്സ് കോൺസ്റ്റന്റ് ആകുമ്പോ 0 വരില്ലേ? അപ്പൊ ആ മൊത്തം ടേംസ് 0 ആയി പോകൂലേ? ഇവിടെ y ഉണ്ടല്ലോ. ആ, അപ്പൊ വൈനെ ആദ്യം ഇതാക്കിയിരിക്കേ പ്ലസ് വൈ ഇൻറ്റു വൈ. അങ്ങനെയല്ല. അതായത് ഇവിടെ 0 ഉണ്ട്, സത്യം ശരിയാണ്. എക്സിനെ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ 0 ആവും. പക്ഷെ വൈനെ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ 1 വരുമല്ലോ. ആ, അതൊക്കെ ബട്ട് അപ്പൊ ശരിക്കും ഇവിടെ വരുമ്പോ ഫസ്റ്റ് നമ്മൾ ഇൻറ്റു ഇവിടെ മൈനസ് 1 ബൈ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്നല്ലേ കിട്ടാം. ക്ലിയർ? ഓക്കെ മനസ്സിലായി. അതായത് ഇവിടെ നമുക്ക് 0 ആണെങ്കിലും ഇവിടെ പ്ലസ് 1 വരുന്നോണ്ട് ഇത് ഇൻ എഫക്റ്റ് 1 ആയിരിക്കും. അപ്പൊ മൈനസ് 1 ബൈ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ തന്നെയാണ് വരിക. ഇനി ഇവിടെ എക്സിന് മൈനസ് 1ഉം വൈക്ക് 4ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ ആയി. ഓക്കെ. അപ്പൊ ഈ ഹീറ്റ് ഇക്വേഷൻ ആണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. അപ്പൊ ഹീറ്റ് ഇക്വേഷന്റെ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പൊ 7th ക്വസ്റ്റ്യൻ ഈസ് ഓവർ. ഇനി നമ്മൾ 8th ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ ബാങ്കിലെ 8th ക്വസ്റ്റ്യൻ. സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് മൈക്ക് ഓൺ ചെയ്ത് ചോദിക്കുക. ഞാൻ ചിലപ്പോൾ നിങ്ങൾ ചാറ്റിങ് ശ്രദ്ധിക്കണമെന്നില്ല. ക്വസ്റ്റ്യൻ ഇതാണ്: കമ്പ്യൂട്ട് the differential dz or dw of the following function. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് z is equal to sec of x minus 4y. sec of x minus 4. അപ്പൊ dz കാണണം. അപ്പൊ ഇവിടെ z ആണെങ്കിൽ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് dz ആണ്. w ആണെങ്കിൽ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് dw ആയിരിക്കും. ഓക്കെ, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ dz is equal to dou z by dou x into dx plus dou z by dou y into dy. ഇതാണ് ഡിഫറൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. dz is equal to dou z by dou x into dx plus dou z by dou y into dy.
ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ ആണ് നിങ്ങൾ ഇവിടെ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ കാണാതെ പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻ. ഡി സെറ്റ് ഇസ് ഈക്വൽ ടു ഡോ സെറ്റ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ സെറ്റ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ. ഇവിടെ ആദ്യം ഡോ സെറ്റ് ബൈ ഡോ എക്സ് കാണണം. ഡോ സെറ്റ് ബൈ ഡോ എക്സ് കാണുമ്പോൾ സീക്ക് ഓഫ് ഒരു ഫംഗ്ഷൻ, സീക്ക് ഓഫ് ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? സീക്കിന്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ് ആണ്. ഓക്കെ, ഇവിടെ സ്ക്വയർ ഉണ്ടോ? ഇല്ല. സീക്ക് ഓഫ് എക്സ് മൈനസ് 4y. അപ്പോ സീക്ക് ഓഫ് എക്സ് മൈനസ് 4y വരുമ്പോൾ സീക്കിന്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ് അല്ലേ? ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ് എന്ന് പറയുന്നത് എന്താ? ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ സീക്ക് എക്സ് ടാൻ എക്സ് ആണ്. ഓക്കെ, അപ്പോ ഇവിടെ സീക്ക് ഓഫ് ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ സീക്ക് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ എക്സ് മൈനസ് 4y ഇൻറ്റു ടാൻ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. ഓക്കെ, ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് മൈനസ് 4y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. Into derivative of that function. Okay. Now sec of that function into tan of that function into dou by dou x of that function. Now sec of that function and the area sec of that function sec of x minus 4y into tan of x minus 4y into dou by dou x of x minus dou by dou x of 4y. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് 1 ആണ്, 4y എക്സ് ഇല്ല, അതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സീക്ക് ഓഫ് എക്സ് മൈനസ് 4y ഇൻറ്റു ടാൻ ഓഫ് എക്സ് മൈനസ് 4y. ഇതാണ് ഡോ സെറ്റ് ബൈ ഡോ എക്സ്. ഇനി അടുത്തത് ഡോ സെറ്റ് ബൈ ഡോ വൈ ആണ്. ഡോ സെറ്റ് ബൈ ഡോ വൈ ആകുമ്പോൾ ആകെ വ്യത്യാസം എന്താണ്? ഇവിടെ ഡോ ബൈ ഡോ വൈ ആവും, ഇവിടെ ഡോ ബൈ ഡോ വൈ ആവുമ്പോൾ എന്ത് കിട്ടും നോക്കാം. ഓക്കെ, ഡോ സെറ്റ് ബൈ ഡോ വൈ ഈക്വൽ ടു sec of x minus 4y into tan of x minus 4y into dou by dou y of x minus 4y. അപ്പോൾ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ 0, മൈനസ് 4y ചെയ്യുമ്പോൾ -4. അപ്പോൾ നമുക്ക് കിട്ടുക -4 ഇൻറ്റു sec of x minus 4y ഇൻറ്റു tan of x minus 4y. ഓക്കെ, അപ്പൊ ഞാനിതിവിടെ മാറ്റിയാണ് ഫൈനൽ ആൻസർ എഴുതാൻ. ഓക്കെ, ഫൈനൽ ആൻസർ വരിക ഡോ സെറ്റ് ബൈ ഡി സെറ്റ് ഈക്വൽ ടു അതായത് ഡിഫറൻഷ്യൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡി സെറ്റ് ഇസ് ഈക്വൽ ടു ഡോ സെറ്റ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ സീക്ക് ഓഫ് x minus 4y into tan of x minus 4y into dx plus minus 4 into sec of x minus 4y into tan of x minus 4y into dy. Then differential way. Is it clear? അതായത് ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഡോ സെറ്റ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ സെറ്റ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ. അപ്പൊ നമ്മൾ ഡോ സെറ്റ് ബൈ ഡോ എക്സും കാണണം, ഡോ സെറ്റ് ബൈ ഡോ വൈയും കാണണം, എന്നിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഡിഫറൻഷ്യൽ കണ്ടുപിടിക്കാം. ഓക്കെ, എനി ഡൗട്ട്? ഇസ് ഇറ്റ് ക്ലിയർ? അതായത് സീക്ക് ഓഫ് അവിടെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടു എന്നുള്ളതായിരിക്കും ഏറ്റവും പ്രയാസകരമായിട്ട് വരിക. ഡെറിവേറ്റീവ് കാണുക എങ്ങനെയാണ്? സീക്ക് ഓഫ് ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സീക്ക് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ഇൻറ്റു ടാൻ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. ഓക്കെ, കാരണം സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ് ആണ്. അപ്പോൾ സീക്ക് ഓഫ് ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ സീക്ക് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ഇൻറ്റു ടാൻ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. ഓക്കെ, is it clear? Any doubt? സമീറ ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ, ഫക്കീം ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ ഡിഫറൻഷ്യൽ കാണാൻ പറഞ്ഞ ചോദ്യം അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഡിഫറൻഷ്യൽ കാണാൻ പറഞ്ഞാൽ ഡോ സെറ്റ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ്
plus dou z by dou y into dy. That is the equation. ഓക്കെ, ഇനി ഡി ഡബ്ല്യു ആണെങ്കിലോ, ഡി ഡബ്ല്യു ആകുമ്പോൾ ഇസെറ്റിന്റെ സ്ഥാനത്ത് ഡബ്ല്യു ആവും. ഓക്കെ, അത്രയേ ഉള്ളൂ. നമുക്ക് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. കമ്പ്യൂട്ട് ദ ഡിഫറൻഷ്യൽ ഓഫ് ഡബ്ല്യു ഈക്വൽ ടു 8x minus 5y plus 4z. 8x minus 5y plus 4z. So dw is equal to dou w by dou x into dx plus dou w by dou y into dy. Okay. So dou w by dou x എന്താ വരിക? Dou w by dou x equal to 8. കാരണം എക്സിന്റെ ഡെറിവേറ്റീവ് 8xന്റെ ഡെറിവേറ്റീവ് 8. ഇവിടെയും എന്തില്ല, y. ഇത് ഇവിടെ എക്സും വൈയും ഇസെറ്റും ഇൻഡിപെൻഡന്റ് ആണ്. എക്സും വൈയും ഇസെറ്റും ഇൻഡിപെൻഡന്റ് ആണ്. ഡബ്ല്യു ആണ് ഡിപെൻഡന്റ് വേരിയബിൾ. ഓക്കെ, അപ്പോൾ 3 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട് ഇവിടെ. അപ്പൊ നമ്മൾ ഒന്നും കൂടെ എഴുതണം. ഡോ ഡബ്ല്യു ബൈ ഡോ ഇസെറ്റ് ഇൻറ്റു ഡി സെറ്റ്. ഓക്കെ, മനസ്സിലായി? ഇവിടെ 3 വേരിയബിൾ ഉണ്ട്. അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് വരും, ഡോ ഡബ്ല്യു ബൈ ഡോ വൈ വരും, ഡോ ഡബ്ല്യു ബൈ ഡോ ഇസെറ്റ് വരും. ഇനിയിപ്പോ വേറെ ഒന്നുകൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വരും. ഓക്കെ, കഴിഞ്ഞ പ്രോബ്ലത്തിൽ 2 ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ. ഇത് ഇവിടെ 3 ഉള്ളതുകൊണ്ട് 3 ടേംസ് വരും. അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇവിടെ 8 വരും. ഓക്കെ, ഡോ ഡബ്ല്യു ബൈ ഡോ വൈ എന്ത് വരും? -5 വരും. ഡോ ഡബ്ല്യു ബൈ ഡോ ഇസെറ്റ് 4 വരും. അപ്പൊ ഡി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്തായിട്ടാ? 8 ഡി എക്സ് മൈനസ് 5 ഡി വൈ -5 dy plus 4 dz. So that is the answer. 8 dx minus 5 dy plus 4 dz. ഓക്കെ, അപ്പൊ കമ്പ്യൂട്ട് ദി ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാനുള്ളതാണ്. ഇവിടെ ഇസെറ്റ് ആണെങ്കിൽ ഡി സെറ്റ് വരും. ഇപ്പൊ ഡി സെറ്റ് ഇസ് ഈക്വൽ ടു ഡോ ഡബ്ല്യു ബൈ ഡോ ഇസെറ്റ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ ഇസെറ്റ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ വരും. ഇനി 3 ഫംഗ്ഷന് 3 വേരിയബിൾ ഉണ്ടെങ്കിൽ 3 എണ്ണം വരും. ഓക്കെ, അത്രയും അത് നോക്കി നമുക്ക് ചെയ്യാവുന്നതാണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഇതാണ് 8th ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ബാങ്കിലെ 8th ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. കമ്പ്യൂട്ട് ദി ഡിഫറൻഷ്യൽ ഡി സെറ്റ് ഓർ ഡി ഡബ്ല്യു ഫംഗ്ഷൻ. അപ്പൊ നിങ്ങൾ 8th ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നയൻത്ത് ക്വസ്റ്റ്യനും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. 9th ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം ആദ്യം. യൂസ് ഇതിന്റെ റെക്കോർഡഡ് വീഡിയോ ഇടാം, രാത്രിക്ക് ഇടാം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഇടാം, കുഴപ്പമില്ല. ഞാനതേ ക്ലാസ് കഴിഞ്ഞൊരു കുറച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും എനിക്കൊന്ന് മെസ്സേജ് അയച്ച് ഓർമ്മിപ്പിച്ചാൽ ഞാൻ തിരി കഴിഞ്ഞാൽ അത് മറന്നു പോകും. അതാണ് കുഴപ്പം. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ഒന്ന് എനിക്കൊന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ എനിക്ക് ഓർമ്മ വരും. അപ്പോൾ ഞാൻ കൈയോടെ ചെയ്യാം. ഓക്കെ, ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. കണ്ടോ, ഓബിയസ്ലി ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ഇന്നലത്തെ ഞാൻ രാത്രി ഇട്ടിരുന്നു. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതാം. യൂസ് എ ടോട്ടൽ ഡിഫറൻഷ്യൽ ടു അപ്രോക്സിമേറ്റ് നമ്മുടെ 9th ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ബാങ്കിലെ. ദ ചേഞ്ച് ഇൻ ദ വാല്യൂസ് ഓഫ്
the values of f എന്ന് ഉദ്ദേശിക്കുന്ന ഫംഗ്ഷൻ ആണ് f from p to q okay p to q compare your estimate with actual change in f ഓക്കെ ഇവിടെ നമ്മൾ ഡിഫറൻഷ്യൽ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്ത ഫോർമുല യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പൊ നമുക്ക് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ log of root of 1 plus xy log of root of 1 plus xy. The point p of 0, 2 q of minus 0.09 1 ഓക്കെ. ഈ ചോദ്യം എങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഡി എഫ് കണ്ടുപിടിക്കും. ഡി എഫിന്റെ ഇക്വേഷൻ ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ. ഇപ്പൊ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ഡിഫറൻഷ്യൽ ഡി എഫ് ഇസ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ. ഇവിടെ നമുക്കൊരു ഈസി ഫോർമുല എന്താണെന്ന് വെച്ചാൽ ലോഗ് ഓഫ് എ റേസ് ടു ബി എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ബി ഇൻറ്റു ലോഗ് എന്ന് എഴുതാം. ബി ലോഗ് എ എല്ലാം തന്നെ ആയിക്കോട്ടെ. ലോഗ് ഓഫ് എ റേസ് ടു ബി എന്ന് പറഞ്ഞാൽ ബി ലോഗ് എ. ലോഗ് ഓഫ് എ റേസ് ടു ബി ഈക്വൽ ടു ബി ലോഗ്. അപ്പൊ നമുക്ക് ലോഗ് ഓഫ് 1 plus x root of 1 plus xy ആണ് നമ്മുടെ ഫംഗ്ഷൻ. log of root of 1 plus xy നമുക്ക് log of 1 plus xy raised to 1 by 2 എഴുതാം. അപ്പോൾ റൂട്ട് 2 നമുക്ക് 2 raised to 1 by 2 എഴുതാമല്ലോ. അതുപോലെ റൂട്ട് 3 നമുക്ക് 3 raised to 1 by 2 എന്നൊക്കെ എഴുതണ പോലെ log of 1 plus xy whole raised to 1 by 2 എഴുതാം. റൂട്ടിനെ raised to 1 by 2 എഴുതാം. അപ്പോൾ ഇത് log of a raised to b ഫോം ആയി. അപ്പോൾ ദാറ്റ് ഈസ് 1 by 2 log of 1 plus xy 1 by 2 log of x plus. അപ്പൊ നമുക്ക് f of xy എങ്ങനെ എഴുതാം? 1 by 2. എന്തിനാണ് ഇങ്ങനെ എഴുതുന്നത് വെച്ചാൽ ഡെറിവേറ്റീവ് കാണാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ നമുക്ക് 1 by 2 കോമൺ ആയിട്ടിട്ട് ലോഗിന്റെ അല്ലെങ്കിൽ പിന്നെ റൂട്ടിന്റെ ഡെറിവേറ്റീവ് ഒക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഡെറിവേറ്റീവ് കാണാൻ കുറച്ച് പ്രയാസമായിരിക്കും. നമ്മളിതിനെ ഈ ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പൊ f of xy ഈക്വൽ ടു log of 1 plus xy ആണ്. അപ്പൊ ഡോ എഫ് ബൈ ഡോ എക്സ് എന്താ വരിക? ഡോ എഫ് ബൈ ഡോ എക്സ് 1 by 2 ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് log of 1 plus xy. ഓക്കെ, so dou f by dou x is equal to 1 by 2 into 1 by 1 plus xy. Log of ഒരു function എന്ന് പറഞ്ഞാൽ 1 by that function into derivative of that function. ഓക്കെ, അപ്പോൾ 1 by 2 into 1 by 1 plus xy. 1 into derivative 0, xy നെ with respect to x ചെയ്യുമ്പോൾ y. അപ്പോൾ y by 2 into 1 plus xy. y by 2 into 1 plus xy. ഇതാണ് ഡോ എഫ് ബൈ ഡോ എക്സ് വരിക. ഡോ എഫ് ബൈ ഡോ എക്സ്. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഡോ എഫ് ബൈ ഡോ എക്സ് കണ്ടുപിടിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ലോഗ് ഓഫ് ഒരു ഫംഗ്ഷൻ വരുമ്പോൾ 1 by that ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മൾ റൂട്ട് ഉണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ ലോഗ് ഓഫ് റൂട്ട് ഓഫ് 1 plus xy എന്ന് പറയുമ്പോൾ 1 by root of 1 plus xy ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് ഓഫ് 1 plus xy വരും. അപ്പോൾ റൂട്ട് വരുമ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് കാണാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ലോഗിന്റെ ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ ആ റൂട്ട് കളഞ്ഞിട്ട് അതിനെ എന്താക്കി മാറ്റി? 1 by 2 ആക്കിയിട്ട് മാറ്റി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ പോകാൻ. ഇതേപോലെ നമുക്ക് ഡോ എഫ് ബൈ ഡോ വൈ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഡോ എഫ് ബൈ ഡോ വൈ നമുക്ക് കിട്ടുക 1 x by 2 into 1 plus xy. കാരണം ഇവിടെ വിത്ത് റെസ്പെക്ട് വൈ ആവും. വൈ ആവുമ്പോൾ
ഇത് 0 ആയി പോവും. ഇവിടെ x കിട്ടും. x by 2 into 1 plus x by x by 2 into 1 plus x. ഓക്കെ, ഇനി നമ്മളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുക df is equal to y by 2 into 1 plus x by dx plus x by 2 into 1 plus x by dy. ഇതാണ് ഡിഫറൻഷ്യൽ വരും. അപ്പൊ ഇത്രയും നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ അതേപോലെ തന്നെയാണ്. ആദ്യം ഡോ എഫ് ബൈ ഡോ എക്സ് കാണുക, പിന്നെ ഡോ എഫ് ബൈ ഡോ വൈ കാണുക, എന്നിട്ട് ഡി എഫ് ഇസ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ സബ്സ്റ്റിറ്റ്യൂട്ട്. ഇനിയാണ് നമുക്ക് ക്വസ്റ്റ്യൻ മാറ്റം. നമുക്കൊരു പോയിന്റ് തന്നിട്ടുണ്ട്, പി ഓഫ് 0,2യും ക്യൂ ഓഫ് -0.09, 1.98. അപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂ 0, എക്സിന്റെ വാല്യൂ 0, വൈയുടെ വാല്യൂ 2 ആണ്. അപ്പൊ ഈ പി ഓഫ് 0,2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എക്സ് 0 ആണ്, വൈ 2 ആണ്. അതുപോലെ ക്യൂ ഓഫ് ഒരു നമ്പർ തന്നിട്ടുണ്ടല്ലോ, ക്യൂ ഓഫ് ഒരു നമ്പർ. ആ ക്യൂ ഓഫ് ഒരു നമ്പറിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ടത് ഡി എക്സ് കാണാം. ഡി എക്സ് ഇവിടെ ഡി എക്സ് എന്ന് പറയുന്നത് -0.09 ആണ്. ഡി എക്സ് ഇതിനെയാണ് നമ്മൾ ഡി എക്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇതിനെ നമ്മൾ ഡി വൈ എന്ന് പറയും, ഡി വൈ. അപ്പൊ ഡി വൈ എന്ന് പറയുന്നത് 1.98 ആണ്. ഓക്കെ, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഡി എഫ് എന്ത് കിട്ടും? ഡി എഫ് ഈക്വൽ ടു വൈ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 2/2 ഇൻറ്റു 1 പ്ലസ് 0 വരും. എക്സ് 0 ആണ്, അപ്പൊ 1 പ്ലസ് 0 ഇൻറ്റു ഡി എക്സ് എന്ന് പറയുന്നത് -0.09 ആണ്. -0.09 പ്ലസ് എക്സ് 0 ആണ്, അപ്പൊ 0 ബൈ എന്ത് ചെയ്താലും അത് 0 ആയി പോകുമല്ലോ. ഓക്കെ, 1 പ്ലസ് 0 ഇൻറ്റു 1.98. ഇത് കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കാം ഈ വാല്യൂ. 2 ഇൻറ്റു 0.09, അതായത് വൈക്ക് സ്ഥാനത്ത് 2 കൊടുക്കുക, എക്സിന് സ്ഥാനത്ത് 0 കൊടുക്കുക, ഡി എക്സിന് സ്ഥാനത്ത് -0.09 കൊടുക്കുക, ഡി വൈക്ക് സ്ഥാനത്ത് 1.98 കൊടുക്കുക. അപ്പൊ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ ആണ് കമ്പ്യൂട്ട് ദി ടോട്ടൽ ഡിഫറൻഷ്യൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ട് ദി ടോട്ടൽ ഡിഫറൻഷ്യൽ അപ്രോക്സിമേറ്റ് എന്ന് പറഞ്ഞാൽ വാല്യൂ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, കമ്പ്യൂട്ട് ദി ടോട്ടൽ ഡിഫറൻഷ്യൽ അപ്രോക്സിമേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതെന്ന് പറയുന്നത് ഈ ഒരു ഡി എഫിന്റെ വാല്യൂ. ഒരു പോയിന്റ്, 2 പോയിന്റ് വരും, പിയും ക്യൂ. അപ്പൊ പി ഓഫ് എക്സ് വൈ ആണ് എടുക്കേണ്ടത്. പി ഓഫ് എക്സ് വൈ ക്യൂ ഓഫ് ഡി എക്സ് ഡി വൈ, അങ്ങനെയാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇത് കിട്ടണ വാല്യൂ -0.09 ആണ്. അങ്ങനെ എന്താണ് വാല്യൂ കിട്ടുക, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. -0.09. അതെ, 2 ഉം ക്യാൻസൽ ആവും. യെസ്, -0.09 കിട്ടും. ഡി എഫ് ഇസ് ഈക്വൽ ടു -0.09. ഓക്കെ, ഇനി ആക്ച്വൽ വാല്യൂ ചോദിച്ചിട്ടുണ്ട്. കമ്പയർ യുവർ എസ്റ്റിമേറ്റ് വാല്യൂ വിത്ത് ആക്ച്വൽ വാല്യൂ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആക്ച്വൽ വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ എക്സിന് സ്ഥാനത്ത് -0.09ഉം വൈക്ക് സ്ഥാനത്ത് 1.98ഉം കൊടുക്കുക. അപ്പൊ നമുക്കൊരു വാല്യൂ കിട്ടും. ഇത് രണ്ടും നമ്മൾ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കമ്പാരിസൺ ആയി. ഓക്കെ, അത് വേണമെങ്കിൽ ചെയ്തു തരാം. ആക്ച്വൽ വാല്യൂ ഈക്വൽ ടു actual value equal to എന്ത് വരും? നമ്മുടെ ഫംഗ്ഷൻ എന്താ? log of root of 1 plus xy അല്ലേ, അല്ലെങ്കിൽ 1/2 into log of 1 plus xy ഇങ്ങനെ എഴുതാം. So that is equal to 1/2 into log of ഈ 1 plus എക്സിന് സ്ഥാനത്ത് dx കൊടുക്കുക. dx എന്താ? -0.09 into 1.9. ഇതാണ് ആക്ച്വൽ വാല്യൂ. ആക്ച്വൽ വാല്യൂ കിട്ടുക -0.098,129.
അപ്പൊ നമ്മൾ എസ്റ്റിമേറ്റഡ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ ഇതാണ്, ആക്ച്വൽ വാല്യൂ ഇതാണ്, ഇത് നമ്മൾ ഡിഫറൻസ് എടുക്കാൻ, അതാണ് കമ്പയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഡിഫറൻസ് കിട്ടുക അല്ല ഇത് ഓക്കെ തെറ്റിണ്ട്, എനിക്ക് ഒരു ചെറിയ തെറ്റി. ആക്ച്വൽ വാല്യൂ കാണാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത് ഇത് കാണണം, ഇതേ മൈനസ് ഓക്കെ. അപ്പൊ ആക്ച്വൽ വാല്യൂ കാണാൻ പറഞ്ഞാൽ ഇത് എൽ ഓഫ് ഈ വാല്യൂ കൊടുക്കുക മൈനസ് നമ്മൾ എക്സിന് 0 വൈക്ക് 1 കൊടുക്കുക. നമുക്ക് തന്നിട്ടുള്ള പോയിന്റ് എക്സിന് 0 വൈക്ക് 2 അല്ലെ, 1/2 ഇൻറ്റു ലോഗ് ഓഫ് 1 പ്ലസ് 0 ഇൻറ്റു 2 ഇത് ചെയ്താണ്. ഇതാണ് ആക്ച്വൽ വാല്യൂ. ഇത് എസ്റ്റിമേറ്റഡ് ഡിഫറൻഷ്യൽ ആണ്, നമ്മൾ ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിച്ച വാല്യൂ ആണ്. ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് ആദ്യം എക്സിന് ക്യൂവിലെ വാല്യൂ കൊടുക്കുക, പിന്നെ വൈയിലെ വാല്യൂ ഇത് കിട്ടുക -0.0981129. ഇതാണ് ആക്ച്വൽ വാല്യൂ, ഇതാണ് എസ്റ്റിമേറ്റഡ് വാല്യൂ. അപ്പൊ ആക്ച്വൽ വാല്യൂ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, പിയിലുള്ള വാല്യൂ ആദ്യം ക്യൂവിലുള്ള വാല്യൂസ് മൈനസ് പിയിലുള്ള വാല്യൂസ്. പി എന്താണ്, പി 0 ആണ്, 0 ആണ്. അപ്പൊ എക്സിന് 0 വൈക്ക് 2 കൊടുത്തു. ക്യൂ എന്താണ്, എക്സിന് -0.09 വൈക്ക് 1.98. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക, അപ്പൊ നമുക്ക് ആക്ച്വൽ വാല്യൂ കിട്ടും. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത് ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള ഡിഫറൻഷ്യൽ വാല്യൂ ആണ്. ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള ഡിഫറൻഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അപ്പൊ രണ്ടും കണ്ടുപിടിക്കണം. കമ്പ്യൂട്ടർ ടോട്ടൽ ഡിഫറൻഷ്യൽ അപ്രോക്സിമേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. കമ്പയർ ആക്ച്വൽ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ആക്ച്വൽ വാല്യൂ കൂടെ കണ്ടുപിടിച്ച് വെക്കണം. ഓക്കെ, ഇസ് ക്ലിയർ? സംശയം ഉണ്ടോ? എനി ഡൗട്ട്? നമ്മൾ ടോട്ടൽ ഡിഫറൻഷ്യൽ കണ്ടുപിടിക്കുക. ടോട്ടൽ ഡിഫറൻഷ്യൽ കണ്ടുപിടിച്ച ശേഷം ഡി എക്സിന് സ്ഥാനത്ത് ക്യൂവിലെ വാല്യൂ, ഡി വൈ ക്യൂവിലുള്ള എക്സിന്റെ വൈക്ക് എക്സിന്റെ സ്ഥാനത്ത് ഡി എക്സും വൈയുടെ സ്ഥാനത്ത് ഡി വൈയും കൊടുക്കുക. ഓക്കെ, പിന്നെ എക്സും വൈയുടെ സ്ഥാനത്ത് പിയുടെ വാല്യൂസ് കൊടുക്കുക. അപ്പൊ നമുക്ക് ഡി എഫ് കിട്ടും. ഡി എഫ് ഒരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടും. ആക്ച്വൽ വാല്യൂ കാണാൻ നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ ആദ്യം ക്യൂവിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൈനസ് പിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അതിനുള്ള ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആക്ച്വൽ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് കമ്പയർ ദി ആക്ച്വൽ വാല്യൂ ആൻഡ് ഡിഫറൻഷ്യൽ എസ്റ്റിമേറ്റഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത്. ഇത് ക്ലിയർ ആയോ എല്ലാവർക്കും? അമ്മി ക്ലിയർ ആണോ? ഹലോ ഹലോ, ക്ലിയർ ആയോ? എനി ഡൗട്ട്? ആർദ്ര ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഹർഷാക്ക് ക്ലിയർ ആണോ? ഹർഷാക്ക് ഇല്ലേ ഇവിടെ? ഹർഷാക്ക് ഹസ്ന, ഫാത്തിമ ഹസ്ന ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ, സിത്താരക്ക് ക്ലിയർ ആണോ? ഫാത്തിമ സിത്താര ക്ലിയർ ആണ് സർ. ഫിദ സൈനബ് ക്ലിയർ ആണോ? സർ ക്ലിയർ ആണ്. യെസ്. ജസീം? സാർ ക്ലിയർ ആണ്. ഓക്കെ, ആർക്കും സംശയമില്ല എന്ന് വിചാരിക്കുന്നു. മുഹമ്മദ് നിജാസ്? സാറേ ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യം കൂടെ ചെയ്യണം, 8th ക്വസ്റ്റ്യനും 9th ക്വസ്റ്റ്യനും. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോ 7, 8, 9 ഇത് മൂന്നും കൂടെ നിങ്ങൾ ഫ്രൈഡേ നൈറ്റിനുള്ളിൽ സബ്മിറ്റ് ചെയ്താൽ മതി. ഫ്രൈഡേ നൈറ്റ്. ഓക്കെ, 7, 8, 9. ഓക്കെ, ഇതെല്ലാം ടോട്ടൽ ഡിഫറൻഷ്യലിന്റെ പ്രോബ്ലംസ് ആണ്, 8ഉം 9ഉം. 10th ഞാൻ ക്ലാസ്സിൽ ചെയ്തുതരാം. 10th ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ ചെയ്തുതരാം. 11th ക്വസ്റ്റ്യനും ക്ലാസ്സിൽ ചെയ്തുതരും. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ 10th-ഉം 11th-ഉം ചെയ്തുതരും. ഓക്കെ, 10th-ഉം 11th-ഉം ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്തുതരും. 9th ക്വസ്റ്റ്യൻ ഒരെണ്ണം ഞാൻ ഇപ്പൊ ചെയ്തു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യനും 3rd ക്വസ്റ്റ്യനും 4th ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്.
അത് നിങ്ങൾ സ്വയം ചെയ്യുക. 8th ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു തന്നു, ഒന്നല്ല 2 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു തന്നു, ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഇതെല്ലാം ഒരേ മെത്തേഡാണ്, ഒട്ടും വ്യത്യാസമില്ല. ആകെ പാർഷ്യൽ ഡെറിവേറ്റീവ് കാണാൻ പഠിക്കണം, വേറെ ഒന്നും ഇല്ല. ഓക്കെ, ഡോ സെറ്റ് ബൈ ഡോ എക്സും ഡോ സെറ്റ് ബൈ ഡോ വൈയും കാണാൻ പഠിച്ചാൽ എല്ലാ പ്രോബ്ലവും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ആ ഫോർമുല മാത്രം പഠിച്ചു വെച്ചാൽ മതി, വേറെ ഒരു ഇതുമില്ല. പാർഷ്യൽ ഡെറിവേറ്റീവ് കാണുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ. ഓക്കെ, പാർഷ്യൽ ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇനി വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ 11:50 ആയി. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇതിന്റെ റെക്കോർഡഡ് വീഡിയോ ഞാൻ ക്ലാസ് ഗൂഗിൾ ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. എല്ലാവരും ഒന്ന് എക്സിറ്റ് അടിച്ച് പോവാ, എന്നാലേ ഞാൻ ഗൂഗിളിലോട്ടാണ്.